ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര കൂളാണ് അല്ലേ. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും എൻ്റെ കുട്ടിക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് എത്ര രക്ഷിതാക്കൾക്ക് അറിയാം. ഒരമ്മയ്ക്ക് ഫുൾ ടൈം പേടിയാണെന്ന് വിചാരിക്കും. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും പോലെ ഒറ്റക്ക് ഒരു അയ്യോ നിൽക്കില്ലേ, ഇങ്ങനെയുള്ളൊരു അമ്മയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ സൈക്കോ ഓസ്മോസിസ് എന്ന് പറയില്ലേ, ജീവിതം ഒരു പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം ആണ് അല്ലേ. നിങ്ങൾക്കൊരു ചലഞ്ച് വരും, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, അടുത്ത ചലഞ്ച് വരും, ഒരു സൊല്യൂഷൻ കണ്ടെത്തും, അങ്ങനെ പോവാണ്. അപ്പോൾ പാരന്റിന്റെ ഒരു ഡയറക്ഷൻസ് നോക്കുന്നത് ഓക്കെ ഈ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന അക്കാദമിക്സ് ആണ്. ഇന്ന് സത്യത്തിൽ പാരന്റ്സിന് നല്ല അവെയർ ആണല്ലേ, സൈക്കോളജിക്കൽ സപ്പോർട്ടിനെ കുറിച്ച് നല്ല അവെയർ. പക്ഷെ അവെയർ ആണ് എന്ന് പറയുമ്പോഴും എങ്ങനെ ചെയ്യണം എന്നുള്ളത് സത്യത്തിൽ അവർക്ക് അറിയില്ല. നല്ല നോളജാണ്, സെർച്ച് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കുട്ടീനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷെ ആ സപ്പോർട്ടിൻ്റെ ഒരു രീതി ശരിക്കും എങ്ങനെയാണ് കുട്ടികളെ ഇമോഷണലി വെൽബീയിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ശരിക്കും പാരൻസിന് അറിയില്ല. അതിന് ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ കുട്ടികളൊക്കെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് അക്കാദമിക് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു 10ൽ ഫുൾ A+ കിട്ടുന്നു, ഈസ് ഗുഡ്. സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ റൂട്ട് നമുക്ക് കാണാൻ കഴിയുന്ന, ഇതാരും കുറ്റം പറയില്ല കേട്ടോ, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം. ഇപ്പം ഞാൻ ഗുഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ റിസൾട്ടിൽ ഓക്കെ ഫൈൻ. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെന്താ ചെയ്യും, ഇപ്പോൾ ഇൻ്റർവ്യൂ പാറ്റേൺ മാറി, എന്നിരുന്നാലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിൽ എത്ര മാർക്കുണ്ട്, ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു 10 മിനിറ്റ് സമയം തരും ചിലപ്പോൾ ഡെമോ ചെയ്യാൻ. അതൊക്കെ ഇപ്പോൾ തുടങ്ങി റീസെൻ്റ്ലി വന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് LKG UKG ചേർന്ന കുട്ടികൾക്കടക്കം സ്കൂളിൽ ചെല്ലുമ്പോൾ ഡെമോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ഈ സോഷ്യൽ സ്കില്ല് അല്ലെങ്കിൽ ഒരു നമ്മുടെ റെസിലിയൻസ് കപ്പാസിറ്റി, റെസിലിയൻസ് എന്ന ടെർമിനോളജി ഇപ്പോൾ WHO പുതിയത് ആഡ് ചെയ്താണ് സ്കില്ലിൻ്റെ ഭാഗത്തായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രയാസത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര കൂളാണ് അല്ലേ. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും എൻ്റെ കുട്ടിക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് എത്ര രക്ഷിതാക്കൾക്ക് അറിയാം. 10% ഒക്കെ അറിയണ്ടാവും അല്ലേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിക്ക് ഗോൾ സെറ്റ് ചെയ്യണം, അതിനാണ് കൺസൾട്ടേഷൻ വന്നത്. ഗോൾ സെറ്റ് ചെയ്യണം, സ്റ്റഡീസിൽ ഇൻട്രസ്റ്റ് ആവണം. കുട്ടി പഠിക്കുന്ന 10ാം ക്ലാസ്സിലാണ്. ഇനി നെക്സ്റ്റ് ബോർഡ് എക്സാം വരാൻ പോവാണ്. കുട്ടിയുടെ മുമ്പിലുള്ള ഡ്യൂറേഷൻ 74 ദിവസം. ഈ 74 ദിവസത്തിൽ പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കാരണം കുട്ടിക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണം, സ്കെഡ്യൂൾ ചെയ്യണം എന്ന് പറയുന്നത്. കുട്ടിയുടെ ഡേ സ്കെഡ്യൂൾ നോക്കി. കുറച്ചു നേരം മുമ്പ് ടീച്ചർ സൂചിപ്പിച്ചിരുന്നല്ലോ നമ്മൾ ചാറ്റ് ചെയ്തപ്പോൾ, കുട്ടിക്കുള്ള ടൈം, രാവിലെ ട്യൂഷൻ, വൈകുന്നേരം ട്യൂഷൻ, രാത്രി ട്യൂഷൻ അല്ലേ. സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂളിലേക്ക് എത്രയും 7:30 to 9 o'clock ട്യൂഷൻ, 9:30 സ്കൂൾ സ്റ്റാർട്ടിങ്, by 4 o'clock it will completed end ആവും. അത് കഴിഞ്ഞ് 4 7 മണിക്ക് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. പക്ഷെ 7:30 മുതൽ 7 അല്ലെങ്കിൽ 8 മണിക്ക് ട്യൂഷൻ സെന്ററിൽ എത്തി 8 മുതൽ 9 വരെ ട്യൂഷന്, പിന്നെ 9 to നമ്മള് ക്ലാസ് അഗെയിൻ ക്ലാസ്. അപ്പൊ നമ്മളിപ്പോ ഇതിൽ കണ്ടൊരു കേസിൽ ഈ കുട്ടി വരുന്നു, കുട്ടിക്ക് കാര്യങ്ങൾ സെറ്റായി കൊണ്ടുവരാൻ നോക്കുമ്പോൾ രാവിലെ സ്കൂള് കഴിഞ്ഞ് 3:30 മണിക്ക് സ്കൂളിൽ വിടും. നേരത്തെ ഏർലി സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂളാണ്. 3:30 വിട്ടതിന് ശേഷം പിന്നെ കുട്ടിക്ക് 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വേറെ ട്യൂഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് വൈ എന്ന് വെച്ച സമയത്ത് ഇവരുടെ ഒരു കസിൻ സിസ്റ്റർ ഇതിന് മുമ്പത്തെ എക്സാമിന് പോയപ്പോൾ അതിന് മോഡലിന് കുറഞ്ഞ മാർക്ക് 8 മാർക്ക് ഉണ്ടായിരുന്നു, പബ്ലിക്കിന് 82 മാർക്ക് കിട്ടി. അത് ഈ പോയതുണ്ട്. അപ്പൊ പാരന്റിന്റെ ഒരു ഡയറക്ഷൻസ് നോക്കുന്നത് ഓക്കെ ഈ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ കൺസിഡർ ചെയ്യുന്ന അക്കാദമിക്സ് ആണ്. കുട്ടി ഓക്കെയാണ്, മെന്റലി ഫിറ്റ് ആണ്, ഓക്കെ സെറ്റ് ആണ്, ധരിച്ചു പോവാണ്, മെന്റലി ഓക്കെ ആണ്, ഇപ്പൊ അവര് സ്റ്റഡീസിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് സംഭവിക്കാം 9 മണിയാകുമ്പോൾ കുട്ടിക്ക് ഉറക്ക് വരും, കുട്ടി ഉറങ്ങി വീഴും. അപ്പം 9 മണി ഇച്ചിരി കൂടി ഇരിക്കാൻ അമ്മ, കുട്ടിയുടെ അമ്മ പ്രഷർ ചെയ്യലൊന്നുമില്ല. ഓക്കെ എനിവേ ഇതാണ് റുട്ടീൻ. ഇതന്നെയാണ് എല്ലാ കുട്ടികളുടെയും പ്രശ്നം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൈക്കോളജിക്കൽ ഫീൽഡിൽ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ എത്ര പാരന്റ്സിന് അറിയാം എൻ്റെ കുട്ടിയുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഏറ്റവും വലിയ ഒരു തോട്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ ബ്രെയിൻ അൺലിമിറ്റഡ് കപ്പാസിറ്റി ആണെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നൊരു എബിലിറ്റി ഉണ്ട് അല്ലേ. ലൈഫ് സ്കിൽ എവിടെ പറയുമ്പോഴും നമുക്കറിയാൻ പറ്റും പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. നമുക്കൊരു സാധനം നമ്മൾ സെൻസ് ചെയ്തു, ഓക്കെ
ഈ പുസ്തകത്തിൻ്റെ പേരാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്നാണ്. അപ്പോൾ ജെയിനാസ്റ്റിൻ്റെ പുസ്തകം. അപ്പോൾ ഇതിൽ നമ്മൾ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സെൻസ് ചെയ്ത സംഭവത്തിനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യങ്ങളെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളിലേക്ക് എടുത്ത് അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അതാണ് യഥാർത്ഥ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ, കുട്ടി എന്നുള്ളതല്ല, ഫ്രം ഏറ്റവും ബോട്ടം ടു ടോപ്പ്, ജനിച്ചത് മുതൽ അവസാനം വരെ നമ്മുടെ ഈ പ്രോബ്ലം സോൾവിങ് മെക്കാനിസം, ജീവിതം ഒരു പ്രോബ്ലം സോൾവിങ് മെക്കാനിസം ആണ് അല്ലേ. നിങ്ങൾക്കൊരു ചാലഞ്ച് വരും, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, അടുത്ത ചാലഞ്ച് വരും, ഒരു സൊല്യൂഷൻ കണ്ടെത്തും, അങ്ങനെ പോവാണ്. അതുകൊണ്ടാണ് ഈ ഒരു അക്കാദമിക്സിൻ്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ നമ്മളെ ഈ ഒരു ചിറ്റാറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെൻ്റൽ ഹെൽത്തിനാണ്. റെസിലിയൻസ്. ഒരു കുട്ടിക്ക് നല്ല റെസിലിയൻ്റ് ആയ ഒരു കുട്ടിയാണ് എങ്ങനെ കണ്ടെത്തും? അവൻ്റെ ട്രൈറ്റ് എന്തൊക്കെയായിരിക്കും? നിങ്ങളുടെ ക്ലാസ്സിൽ അടിപൊളി എന്ന് പറയുന്ന കുട്ടിയുടെ ട്രൈറ്റ് എന്താ? ആള് സൂപ്പറാ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ടോ? അതില് ആള് സൂപ്പറാന്ന് പറയുകയാണെങ്കിൽ കുട്ടി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ നോക്കും നന്നായിട്ട്, ആ ക്ലാസ് മാനേജ് ചെയ്യുന്നുണ്ടോ, മറ്റു കുട്ടികളായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടോ, മൊത്തത്തിലാ നോക്കാം. അതില് പഠനം നോക്കലില്ല. അത് വന്നു. ഇതാണ് ക്വാളിറ്റീസ് നോക്കും. ഇപ്പൊ ഒരു സൂപ്പർ, അതായത് ഒരു മറ്റുള്ള കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ സോഷ്യൽ റിലേഷൻ സ്കിൽ ഉണ്ട് കുട്ടിക്ക്. കൊളാബറേഷന്റെ സ്കില്ല് വന്നു. അതെ, എല്ലാം ഉള്ള കുട്ടിനെ ഉഷാറാണ് കേട്ടോ. അറിയാം ഇത് സൂചിപ്പിക്കുന്നത്, ഏൽപ്പിച്ചാൽ മതി കാര്യങ്ങൾ. ഇത് സൂചിപ്പിക്കുന്നതാണ് ആ കുട്ടി റെസിലിയന്റ് ആണോ എന്നുള്ളത്. ഒരു പാരന്റ് നോക്കുന്ന സമയത്ത് ഈ കുട്ടി സോഷ്യലി ഇന്ററാക്റ്റഡ് ആണോ? ഫോർ എക്സാമ്പിൾ, മാം പറഞ്ഞത് അക്കാദമിയിൽ ഒരു കുട്ടി ബാക്കിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലൊക്കെ കുറെ ഫംഗ്ഷൻസും പരിപാടിയൊക്കെ ഉണ്ടാവും, ഇവൻ അതിലെല്ലാം അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്കോറിങ്, നമ്മൾ കമന്റ് കൊടുക്കും. കുട്ടി ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് എല്ലാവരും ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡീൽ ചെയ്യുന്ന സമയത്ത് അയ്യോ അവൻ്റെ കഥ പറയണ്ട, അവനെ ഈ വെള്ളമൊക്കെ എടുക്കാൻ തന്നെ പറ്റുള്ളൂ, അക്കാദമിക്ക് എന്താ ഒറ്റ ഡയലോഗ് മതി. അവനെ കുറിച്ചുള്ള ഒരു സെൽഫ് എഫിക്കസി എന്ന് പറയും, നമുക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് വെൻ വി ഫീൽ ദാറ്റ് ഐ എം ഓക്കെ അല്ലേ, ഞാൻ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുമ്പോഴേ എൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. വി ആർ എ റിസൾട്ട് ഓഫ് അവർ പാസ്റ്റ് അല്ലേ. അപ്പോൾ ആ ഒരു നമ്മുടെ പാസ്റ്റിൻ്റെ റിസൾട്ടിൽ നമ്മുടെ ഇമോഷൻസിൽ നമ്മുടെ കുട്ടി റെസിലിയൻ്റ് ആവണം. ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവന് പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റണം. ഞാനൊരു ഹെലികോപ്റ്റർ പാരന്റിങ് കൊടുത്തുകൊണ്ട്, ഹെലികോപ്റ്റർ പാരന്റിങ് മീൻസ് എല്ലാ സംഭവങ്ങളും അവനിങ്ങനെ അവന് കൊടുത്തിട്ട് അവനക്ക് അങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ ആ ഷോപ്പിൽ കയറുമ്പം ക്യാഷ് അവൻ്റെ കൈ കൊടുക്കുക, അവന് നമുക്ക് 2 സാധനമാണ്, ഒന്ന് വാങ്ങിക്കേ. അവനക്കിത് കൗണ്ട് ചെയ്യാനും ഇപ്പോൾ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഹി നോ വാട്ട് ടു ഡു. അവൻ ആ സാധനം വാങ്ങിയിട്ട് തിരിച്ചു വാങ്ങുമ്പോൾ ബാലൻസ് ചോദിക്കുന്നുണ്ടോ, ഇത് ഇത്ര എമൗണ്ട് തികയുമോ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ടോ. അങ്ങനെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര സ്കില്ല് ഒരു കുട്ടിക്ക് വേണം? ഒന്ന്, അറിയാത്ത ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അറിയാത്ത ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്കില്ലുണ്ടോ? അവൻ്റെ ഉള്ളിൽ അതൊരു പേടിയുണ്ടോ? ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻസിൻ്റെ പേടിയുണ്ടോ? 3, ഇത് പൈസ കൊടുക്കുമ്പോൾ ഇത് ഇത്ര എമൗണ്ടിന് തികയുമോ ഇല്ലയോ? കുട്ടിയുടെ തോട്ട് പ്രോസസ്സിങ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ചില കുട്ടികൾ ഇത് വാങ്ങി അതേപോലെ കൊടുക്കും, തികഞ്ഞിട്ടില്ല എന്ന് പറയും, തികയുന്നില്ല എന്ന് പറയും. ചില കുട്ടികൾ പറയും ഇത് തികയില്ല കേട്ടോ, 50 രൂപ അല്ലേ, അതിന് 100 രൂപേൻ്റെ മുകളിൽ പോയി അറ്റ്ലീസ്റ്റ് ഡയറി മിൽക്കിൻ്റെ സിൽക്ക് അല്ലേ. ഇപ്പം അങ്ങനെയൊക്കെയുള്ള ട്രെൻഡ്. അത് വാങ്ങുന്ന സമയത്തുള്ള കുട്ടിയുടെ അത് ഒരു സിറ്റുവേഷൻ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം സൈക്കോളജിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആ കുട്ടി അതിൽ നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കുട്ടി റെസിലിയൻ്റായി ഡെവലപ്പ് ചെയ്യണോ? ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ ആ കുട്ടിക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ്, ലീഡർഷിപ്പ് എന്ന ടെർമിനോളജി ടീച്ചർ ഇട്ടു. 4 ആളുകളെ കണ്ടാൽ അവിടെ അവരെ യുണൈറ്റ് ചെയ്യാനും അവരോട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ? എക്സാക്ട്ലി. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുട്ടിക്കുണ്ടോ? കമ്മ്യൂണിക്കേഷൻ എപ്പോൾ ഡെവലപ്പ് ചെയ്യും? എങ്ങനെ ഡെവലപ്പ് ചെയ്യും? സ്കില്ല് എവിടെ നിന്ന് കിട്ടും? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരമ്മയ്ക്ക് ഫുൾ ടൈം പേടിയാണെന്ന് വിചാരിക്കുക. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒറ്റക്ക് ഒരു അയ്യോ അങ്ങനൊക്കെയല്ലേ, ഇങ്ങനെയുള്ളൊരു അമ്മയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ സൈക്കോ ഓസ്മോസിസ് എന്ന് പറയില്ലേ, നിങ്ങൾ സയൻസ് ടീച്ചറൊക്കെ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഉപ്പിലിട്ട ഒരവസ്ഥ ഉണ്ടല്ലോ, ഉപ്പിലിട്ട അതിങ്ങനെ അബ്സോർബ് ചെയ്യുന്ന പോലെ അല്ലേ. അമ്മയുടെ റോള് ഉപ്പിലിട്ട പോലെ ആയിരിക്കും. അമ്മയാവട്ടെ അച്ഛനാട്ടെ, ഈ പറഞ്ഞ കുറേ ക്വാളിറ്റീസ് ഉണ്ടല്ലോ,
പാരൻസ് നമ്മളിങ്ങനെ പറയുന്നതിനേക്കാൾ എന്താ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട്, ഇങ്ങനെ ചെറുപ്പം മുതലേ ഈ ക്വാളിറ്റീസ് ഒക്കെ അവരുടെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ? പാരൻസ് കൊടുക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. എൻ്റെ സ്റ്റൈല് സാധാരണ നമ്മൾ ഒരു അക്കാദമിക്സിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ സംഭവങ്ങളിൽ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് കുട്ടിയിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കും. പക്ഷേ കുട്ടിയുടെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്, പാരൻസിൻ്റെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ ഒരു പാരൻ്റാണ്. എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പേടിയാണ് തോന്നാന്ന് വിചാരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് പേടി തോന്നും. അങ്ങനെ ആളാണെങ്കിൽ ഞാനതെൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യരുത്. അപ്പോൾ ഫസ്റ്റ് പാരൻ്റ് ചെയ്യേണ്ടത് സൈക്കോളജി ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുക, ഞാൻ എന്താണ്. സെക്കൻഡ് ചെയ്യേണ്ടത് എന്നിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ, അതായത് നമ്മൾ മോഡൽ ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതെന്നുള്ള ഒരു ഐഡിയ പാരന്റിന് ഉണ്ടായിരിക്കണം. വൈഗോസ്കി പറയുന്നുണ്ട്, ദ ചൈൽഡ് വിൽ ലേൺ എവറിത്തിങ് ഫ്രം ഹിസ് സറൗണ്ടിങ്സ്, സോഷ്യൽ സിസ്റ്റം, ഹി വിൽ കോപ്പി എവറിത്തിങ്. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് എൻവയോൺമെൻറ്റ് പഠിക്കും. ദ ഫസ്റ്റ് എൻവയോൺമെൻറ്റ് ഈസ് ഫാമിലി. ഫാമിലിയിൽ അവൻ്റെ കൂടെ ആരൊക്കെയുണ്ടോ അവരുടെ നാച്ചുറൽ കുട്ടി പഠിക്കും. അപ്പോൾ അമ്മയിൽ നിന്ന് അച്ഛൻ നിന്ന് കോപ്പി ചെയ്യുമ്പോൾ പോസിറ്റീവ് സ്കില്ലുകൾ. ചേഞ്ച് ആവില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം, നല്ല ചോദ്യമാണ്. വലുതാകുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരും, നമ്മുടെ തോട്ട് പ്രോസസ്സിങ് മാറും. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഇപ്പോൾ ഒരു സ്റ്റേജ് ഇങ്ങനെ മാറി പ്രീ ഓപ്പറേഷനിൽ കഴിഞ്ഞ് കോൺക്രീറ്റ് കഴിഞ്ഞ് ഫോർമൽ ഓപ്പറേഷനിലൊക്കെ ആകുമ്പോൾ നമുക്ക് അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങും ഡൈവർജൻറ്റ് തിങ്കിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ബട്ട് ചില സംഭവങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടീഷൻ ചെയ്യപ്പെട്ടത് അത് മാറിക്കിട്ടില്ല, പേടികൾ മാറില്ല. ഞാൻ ക്യാച്ച് ചെയ്യട്ടെ, നമുക്ക് ഒരു 45-50 വയസ്സായി, നമ്മുടെ ഫാദറിന് ചിലപ്പോൾ 70-75 വയസ്സായി ഉണ്ടാവും. ആൾ ടയേർഡായിരിക്കും, വലിയ ഹെൽത്തി ഒന്നും ആവില്ല, നമ്മളിങ്ങനെ എടുത്ത് പൊക്കി കൊണ്ടുപോകേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ ആ അച്ഛൻ നമുക്ക് പേടിയില്ലേ? ചെറുപ്പത്തിലുള്ള ഒരു ഉണ്ട്. അച്ഛൻ്റെ ശക്തി കൊണ്ടാണോ നമുക്ക് പേടി? നമുക്ക് ഡൈവർജൻ്റ് ആയി തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അച്ഛനെ ഓൾ പവർഫുൾ ആണ്, നമ്മൾ മണി, എക്കണോമിക്കലി, ഫിസിക്കലി ഒക്കെ പവർഫുൾ ആണ്. ബട്ട് പേടിയാണ്, ചെറിയൊരു പേടി ഉള്ളിലുണ്ട്, ഉണ്ടാവും. അപ്പോൾ അത് ചെറിയൊരു പേടി. അപ്പോൾ അത് ട്രോമയാണെങ്കിലോ, കുട്ടിക്കാലത്തിൻ്റെ ട്രോമ അതവിടെ ഉണ്ടാവും. ഇപ്പോൾ മുമ്പൊരു ന്യൂസ് നമ്മൾ ഡോക്ടർ CM ബാലകൃഷ്ണൻ നമ്പർ സാർ എപ്പോഴും പറയും, ഒരു ബാംഗ്ലൂരുണ്ടായിരുന്ന ഒരു സർക്കസ് കമ്പനി, കുറച്ച് മുമ്പത്തെ ഒരു ഇതാണ്. ആ സർക്കസ് കൂടാരം കത്തി നശിച്ചപ്പോൾ ആ സർക്കസ് കൂടാരത്തിന് മുമ്പിൽ കെട്ടിയിട്ടിരുന്ന ആന കത്തിയിട്ടാണ് ആന ചെരിയുന്നത്. ആനങ്ങനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാലൊന്നും ഇങ്ങ് വലിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അതെ, ഒരു വലിക്കേ പോരും, പക്ഷെ വലിക്കാൻ പറ്റിയില്ല. സൈക്കോളജിക്കലി ഒരു ബ്ലോക്ക് അവിടെ ഉണ്ട്. അതായത് ചെറുതിലെ പാനേന കെട്ടി വെക്കുമ്പോ അപ്പൊ ഒരു ഫെയിലിയർ കുറെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എനിക്കിത് പറ്റത്തില്ല. ഫെയിലിയർ എന്ന് പറയുന്ന അപ്പുറത്തേക്ക് അടിച്ച് കണ്ടീഷൻ ചെയ്തു, വേദനയാക്കി കണ്ടീഷൻ ചെയ്തു. ഇതിൽ ലോക്കാണ്. നമ്മൾ വലുതാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ NPD-നെ കുറിച്ച് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ വിക്റ്റിമായി മാറുന്നത് എങ്ങനെയാ? അവരെ ഉള്ളിലൊരു പേടി ജനറേറ്റ് ചെയ്തു പോവാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പേടികളാണ്. അത് ഒരു പരിധി വരെ നമ്മൾ തെറാപ്പിസ്റ്റിനെ ഹെൽപ്പ് ഇല്ലെങ്കിൽ അത് മാറൂല. ടീച്ചറെ, ഇപ്പോൾ ഈ തെറാപ്പിസ്റ്റ് കുട്ടികളുടെ കാര്യത്തിലേ ഒരു തെറാപ്പിസ്റ്റ് ആണ് ടീച്ചേഴ്സ് അല്ലേ? അപ്പൊ അവർക്ക് ആ ചെറുപ്പം മുതൽ ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് അവരെങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഓരോ ഏജിലും?